ഒമാനിൽ മിന്നൽ പ്രളയത്തിൽ 2 മലയാളികൾ മരിച്ചു. ഒരാളെ കാണാതായി. മലയാളി കുടുംബം സഞ്ചരിച്ച വാഹനം ഒമാനിലെ ബർക്കയിൽ വാതിയിൽപ്പെടുകയായിരുന്നു. പാലക്കാട് തൃത്താല സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. ഷാമില, യൂസഫ് എന്നിവരാണ് മരിച്ചത്. അലി കൂട്ടായി വിശദാംശങ്ങളുമായി. അലി, വലിയ കനത്ത മഴ ഒമാനിലുണ്ടോ? അതിന്റെ ഭാഗമായിട്ടാണോ മിന്നൽ പ്രളയം? ഈ അപകടം എങ്ങനെയാണ് സംഭവിച്ചത്? സൈഫു, ഇന്നലെ ഉച്ചയോടുകൂടി ഒമാനിൽ നല്ല മഴയുണ്ട്. പക്ഷേ ഒമാനിലെ ഒരു സാഹചര്യം നോക്കുമ്പോൾ ചെറിയ ഒരു വലിയ രീതിയിലുള്ള ഒരു മഴ പെയ്താൽ തന്നെ പെട്ടെന്നൊരു മിന്നൽ പ്രളയം ഉണ്ടാവുന്ന ഒരു രാജ്യം കൂടിയാണ്. ഇന്നലെ വൈകുന്നേരം ഇന്നലോട് നല്ല മഴ ഒമാനിൽ വിവിധയിടങ്ങളിൽ പെയ്യുന്നുണ്ട്. ഇതിൽ ബർക്കയിലാണ് ഈ അപകടം ഉണ്ടാവുന്നത്. അതായത് പാലക്കാട് തൃത്താല സ്വദേശിയായ ലുബിഷാദും കുടുംബവും അവരുടെ സുഹൃത്തും സഞ്ചരിച്ച വാഹനമാണ് ബർക്കയിലെ സൂക്കിനടുത്ത് വെച്ച് അപകടത്തിൽപ്പെടുന്നത്. വാഹനം ഒഴുകി പോവുകയായിരുന്നു. ഇതിൽ ഇവരെ കാണാതായതിനെ പറ്റി തിരച്ചിൽ ആരംഭിച്ചെങ്കിലും പിന്നീട് ഇവരുടെ 2 പേരുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. വാഹനം ഈ അപകടപ്പെട്ടതിൽ നിന്ന് ഒരുപാട് ദൂരെ നിന്നാണ് കണ്ടെത്തുന്നത്. ലുബിഷാദിന്റെ ഭാര്യ ഷാമില, അദ്ദേഹത്തിന്റെ സുഹൃത്ത് യൂസഫ് എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ലുബിഷാദിന്റെ ഉമ്മയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ഒമാനിലെ മസ്കറ്റ് സീബിൽ സൈക്കിൾ ഷോപ്പ് നടത്തി വരികയാണ് ഈ പാലക്കാട് സ്വദേശിയായ ലുബിഷാദ്. നേരത്തെ പറഞ്ഞതുപോലെ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ഇവർ സഞ്ചരിച്ച വാഹനം പോലും കണ്ടെത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ന് രാത്രി 1 മണിയോടെയായിരുന്നു ഈ അപകടം നടക്കുന്നത്. ഈ വാഹനത്തിൽ ലുബിഷാദിന്റെ മക്കളും അടക്കം 6 പേർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. കണ്ടെത്തിയ മൃതദേഹങ്ങൾ ബർക്ക സർക്കാർ ആശുപത്രിയിൽ മോർച്ചറിൽ സൂക്ഷിച്ചു വരികയാണ്. തുടർ നടപടികൾ തുടർന്നു വരികയാണെന്നും KMCC വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. സൈഫു. യെസ്, അലി കൂട്ടായിയാണ് മസ്കത്തിൽ നിന്ന് വിശദാംശം.